ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയായിട്ട് ചിത്രീകരണം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 25-ന് ആരംഭിക്കപ്പെട്ട സിനിമയാണല്ലോ. വിനായകൻ നായകനായി എത്തുന്ന മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ സിനിമയുടെ സെറ്റിലേക്ക് ഇന്ന് മമ്മൂട്ടി ആദ്യമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ലൊക്കേഷൻ സ്റ്റില്ലും മെഗാസ്റ്റാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. ഈ ഒക്ടോബർ മാസം തന്നെ മെഗാസ്റ്റാറിന്റെ സിനിമയിലെ ഭാഗങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ദുൽഖറിന്റെ ഒരു പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് ഈ മാസം ഒക്ടോബറിന് എത്തുന്നു. ദീപാവലി പ്രമാണിച്ച് ഒക്ടോബർ 31-ാം തീയതിയാണ് ലക്കി ഭാസ്കർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്കായിട്ട് ദുൽഖർ എത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. നന്ദമുരി ബാലകൃഷ്ണയുടെ ഒരു TV ഷോയിൽ ലക്കി ഭാസ്കർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ദുൽഖർ ഗസ്റ്റായിട്ട് എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ മാസം അവസാനം ഒക്ടോബർ 31-ന് ഒരു തമിഴ് സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അമരൻ എന്ന സിനിമയാണിത്. ശിവകാർത്തികേയൻ, സായി പല്ലവി തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയിലെ ഹേയ് മിന്നലെ എന്ന ഗാനം ഒക്ടോബർ 4-ാം തീയതി റിലീസ് ചെയ്യും. GV പ്രകാശിന്റെ 700-ാമത്തെ ഗാനം കൂടിയാണ് ഹേയ് മിന്നലെ. ഒരു ജവാന്റെ യഥാർത്ഥ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് അമരൻ. ഈ വർഷത്തിൽ ഏറ്റവും ഉയർന്ന ഒരു തമിഴ് സിനിമയുടെ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ വിജയ് നായകനെ എത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമ നാളെ OTT റിലീസ് ചെയ്യുകയാണ്. നാളെ തന്നെ സിനിമയുടെ OST അതായത് ഒറിജിനൽ സൗണ്ട് ട്രാക്ക് റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്കായിരിക്കും OST റിലീസ് ചെയ്യുക. പണി എന്ന ജോർജ് സംവിധാനം ചെയ്ത് നായകനെ എത്തുന്ന ഏറെ നാളുകളായിട്ട് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. പണി റിലീസ് തീയതി ലോക്ക് ചെയ്യപ്പെട്ടതോടെ പണി മറ്റൊരു വമ്പൻ മലയാളം സിനിമയുമായിട്ടാണ് ക്ലാഷ് റിലീസിനായിട്ട് എത്തുന്നത്. അമൽ നീരദിന്റെ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസൽ ചിത്രമാണ് ബോഗെയിൻ വില്ല. ഒക്ടോബർ 17-ന് തന്നെയാണ് സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന അടുത്ത പ്രതീക്ഷ അർപ്പിക്കാവുന്ന സിനിമയാണല്ലോ L360. തരുൺ മൂർത്തിയുടെ ലാലേട്ടൻ നായകനെ എത്തുന്ന സിനിമയുടെ ആദ്യ 70-80 ദിവസത്തെ ചിത്രീകരണം വളരെ വേഗത്തിലായിരുന്നു പൂർത്തീകരിച്ചതെങ്കിൽ പിന്നീടുള്ള ഷെഡ്യൂളുകൾ വളരെ പതിയെ ഷൂട്ടിംഗ് പൂർത്തീകരിക്കുന്ന കാഴ്ചയാണല്ലോ നാം കാണുന്നത്. സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം ഈ വരുന്ന ഒക്ടോബർ പകുതിയോടെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷൂട്ടിംഗ് ആരംഭിച്ച ഘട്ടത്തിൽ ഈ വർഷം ഓണം റിലീസും പിന്നീട് പൂജ റിലീസും പിന്നീട് ക്രിസ്മസ് റിലീസും എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായ സിനിമ ഇപ്പോഴത്തെ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലേക്ക് റിലീസ് മാറ്റിയെന്നൊരു റൂമേഴ്സാണ് വന്നിരിക്കുന്നത്. ജനുവരി റിലീസ് പ്ലാൻ ചെയ്യുന്ന L360-ന്റെ ഷൂട്ടിംഗ് അത്രയും വേഗം പൂർത്തീകരിക്കട്ടെ. ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ വരട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം.